കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പുലിക്കളി സംഘങ്ങൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായം ഈ വർഷവും തുടരും. പുലിക്കളി എല്ലാ സംഘങ്ങൾക്കും 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാനാണ് തീരുമാനം. പുലിക്കളി സംഘങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് കഴിഞ്ഞ 3 വർഷമായി ഈ സഹായം നൽകി വരുന്നത്. 29-ന് നടക്കുന്ന പുലിക്കളിയിൽ പങ്കെടുക്കാൻ 9 ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സെന്റർ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് പുലിക്കളി അരങ്ങേറിയതിനു ശേഷമുള്ള 10 ദിവസത്തിനകം പുലിക്കളി സംഘം നേതാക്കളുടെയോ ഗുണഭോക്താക്കളുടെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാമ്പത്തിക സഹായം നേരിട്ട് നിക്ഷേപിക്കും. ധനസഹായം എന്ന നിലയിൽ ഈ വർഷം പങ്കെടുക്കുന്ന ഓരോ ടീമിനും 3.5 ലക്ഷം രൂപ വീതം നൽകാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചതായി ഡെപ്യൂട്ടി മേയർ പ്രസാദ് അറിയിച്ചതായി പുലിക്കളി സംഘം ഭാരവാഹികൾ പറഞ്ഞു. ടൂറിസം വകുപ്പ് ഓരോ ടീമിനും 50,000 രൂപ വീതമാണ് നൽകിയിരുന്നത്. തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പുലിക്കളി സംഘാടക സമിതി സെക്രട്ടറി കേശവദാസ് പറഞ്ഞു. തുക 2 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് പുലിക്കളി സംഘങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് സ്പോൺസർഷിപ്പ് വകയിൽ ഓരോ സംഘത്തിനും 3 ലക്ഷം രൂപ നൽകുമെന്ന് കഴിഞ്ഞ വർഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും തുക ലഭ്യമായിരുന്നില്ല. കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നതിൽ ജില്ലാ കളക്ടർ അടക്കം വീഴ്ച വരുത്തിയതാണ് തുക ലഭിക്കാത്തതിന് കാരണമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് രേഖകളെല്ലാം ഉൾപ്പെടുത്തി വീണ്ടും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു. നമ്മുടെ ചേട്ടൻ തകർക്കാണല്ലോ. ഹമാര ചോയ്സിലെ ഓണത്തിന് സ്കൂട്ടർ, ഗോൾഡൻ നെക്ലസ്, മലേഷ്യൻ ട്രിപ്പ്, ഗോൾഡ് കോയിൻസ് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ കൊടുക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് ഗോൾഡ് ബുക്കിംഗ് ചെയ്യാം. സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, സിറ്റി സെന്റർ തൃശൂർ.